വീട്ടിനുള്ളിൽ റൂമിലൊരു മനോഹരമായ ചട്ടിയിൽ നല്ലൊരു ചെടി വെച്ചു. അതിന് വീട്ടിലുള്ളവരെല്ലാം വേണ്ടുവോളം വെള്ളവും വളവും നൽകി. പക്ഷേ ചെടി ജനലഴിക്കുള്ളിലൂടെ പുറത്തേക്ക് വളരാൻ തുടങ്ങി. വീട്ടിലുള്ളവരെല്ലാം അതിന് വെള്ളവും വളവും നൽകിയിട്ടും അത് പുറത്തേക്ക് വളരാനുള്ള കാരണം എന്തായിരിക്കും? അതിനാവശ്യമായ സൂര്യപ്രകാശം വീടിനുള്ളിലുള്ളവർ നൽകിയില്ല. വെള്ളവും വളവും നൽകി, പക്ഷെ അതിനാവശ്യമുണ്ടായിരുന്ന സൂര്യപ്രകാശം കിട്ടിയത് ജനലിന് പുറത്തു നിന്നാണ്. അതുകൊണ്ടത് പുറത്തേക്ക് വളർന്നു. അതുപോലെയാണ് നമ്മുടെ മക്കളും. നമ്മുടെ മക്കൾക്ക് നമ്മൾ വേണ്ടുവോളം പണം, ഭക്ഷണം, വസ്ത്രം എല്ലാം നൽകും. പക്ഷെ അവർക്ക് വേണ്ട സ്നേഹം മാത്രം പലപ്പോഴും നമ്മൾ നൽകുന്നില്ല എന്നതുകൊണ്ട് തന്നെ കുട്ടികൾ ജനലിന് പുറത്തേക്ക് വളഞ്ഞു വളരുന്നു. അതിന് കുട്ടികളെ പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മളാണ് അത് ശ്രദ്ധിക്കേണ്ടത്. നന്നായി പഠിക്കുന്ന ഒരു കുട്ടി, പക്ഷേ വീട്ടിൽ അമ്മയും അച്ഛനും എപ്പോഴും അടിപിടിയാണ്. അച്ഛൻ മുഴുകുടിയനാണ്. എല്ലാ ദിവസവും കുടിച്ചു വന്ന് വീട്ടിൽ ബഹളമാണ്. ഈ അച്ഛൻ്റെ ദുഷ്ചെയ്തികളിൽ മനം നൊന്ത് കഴിയുന്ന അമ്മക്ക് കുട്ടിയുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ കഴിഞ്ഞില്ല. അങ്ങനെ ആ പെൺകുട്ടി സ്ഥിരമായിട്ട് സഞ്ചരിക്കുന്ന ബസ്സിലെ കണ്ടക്ടർ ഒരു ദിവസം ആ കുട്ടിയോട് പുഞ്ചിരിക്കുന്നു. സാവധാനം ഒരു അടുപ്പത്തിലാകുന്നു. അവസാനം ആ പെൺകുട്ടി അയാളോടൊപ്പം ഒളിച്ചോടുന്നു. ഇവിടെ ആരാണ് പ്രശ്നക്കാർ? കുട്ടിയെ കുറ്റപ്പെടുത്താൻ നമുക്ക് സാധിക്കുമോ? അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മുടെ മക്കളെ വളർത്തുമ്പോൾ അവർക്ക് വേണ്ട സ്നേഹം, നമ്മിൽ നിന്ന് അവർ പ്രതീക്ഷിക്കുന്ന സ്നേഹം, അത് വേണ്ടുവോളം കൊടുക്കാൻ നമുക്ക് സാധിക്കണം. അപ്പോൾ നമ്മുടെ കുട്ടികൾ നേർവഴിയിൽ വളർന്നു വരും. ഓക്കെ, മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.